ഹലോ നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ അതായത് ഏകദേശം കാറ്റഗറി നമ്പർ 724/2024 സ്റ്റേറ്റ് വൈഡ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, അതോടൊപ്പം തന്നെ മറ്റൊരു കാറ്റഗറി നമ്പർ 776/2024 സ്റ്റേറ്റ് വൈഡ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് NCA ഫോർ ഈഴവ ടിയ ബിലാവ. ഈ രണ്ട് കാറ്റഗറി നമ്പറിലേക്ക് നടന്നിട്ടുള്ള കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ OMR ടെസ്റ്റിൻ്റെ ആൻസർ കീയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് സി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് സി ആണ്. ആൽഫ കോഡ് എന്ന് പറയുന്നത് സി ആണ്. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഉത്തരങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് ആർ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ്, ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. രണ്ടാമത്തേത്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ബുക്ക് കീപ്പിംഗ് വർക്ക്. മൂന്നാമത്തേത്, ടു അസർട്ടൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതായിരിക്കും ഓപ്ഷൻ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം ചേർന്നിട്ടില്ല, അതായത് ഓൺലി 1 and 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is the correct statement as regards a trading account and a profit and loss account. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ഗ്രോസ് പ്രോഫിറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ്. മൂന്നാമത്തെ സി ഓപ്ഷനായിട്ട് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ലയബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ആസെറ്റ്സ് എന്നാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോ എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ സ്റ്റോക്ക് ഓഫ് അൺഇൻഷ്വേർഡ് ഗുഡ്സ് ഡെസ്ട്രോയിഡ് ബൈ ഫയർ ഈസ്. ഓപ്ഷൻ എ ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ടേക്കൺ ടു ദ ബാലൻസ് ഷീറ്റ് ആസ് എ ലയബിലിറ്റി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ടേക്കൺ ടു ദ ബാലൻസ് ഷീറ്റ് ആസ് എ ലയബിലിറ്റി എന്ന് പറയുന്നതും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നാലാമത്തെ ചോദ്യം, The prepaid insurance at the beginning of an accounting year will be adjusted in the books by. Option A credited insurance account and debiting prepaid insurance account. Option B എന്ന് പറയുന്നത് debiting insurance account and crediting prepaid insurance account. Option C also debiting profit and loss account and crediting insurance account. And ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോ എന്നുള്ളതാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ക്രെഡിറ്റിംഗ് ഇൻഷുറൻസ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റിംഗ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വിച്ച് among the following is not a cause of depreciation. ഡിപ്രീസിയേഷൻ കാരണമാകാത്ത ഒരു
ഡിപ്രീസിയേഷന് ഒരിക്കലും കാരണമാകാത്ത ഒന്നിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് എ കോസ് ഓഫ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കോസ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ല, നോട്ട് എ കോസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്നുള്ളതാണ്. അപ്പം 4 ഓപ്ഷൻസ് ABCD. ഒന്ന് കണ്ടിന്യൂസ് യൂസേജ്, അതേപോലെ തന്നെ ഒബ്സോളൻസസ്, ആൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ C ഓപ്ഷൻ മാർക്കറ്റ് ട്രെൻഡ്, അതോടൊപ്പം തന്നെ 4ാമത്തെ ഓപ്ഷൻ D പാസേജ് ഓഫ് ടൈം എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാർക്കറ്റ് ട്രെൻഡാണ്. ഇനി 6ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഓപ്ഷൻ എ, provisions are charged against profit generally created for meeting a specific liability in future. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആർ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ദ ജനറൽ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ് ഫോർ അറൈവിംഗ് അറ്റ് ദ ടാക്സബിൾ പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ജനറൽ റിസർവ് ഈസ് ടേക്കൺ ടു അസെറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സീക്രട്ട് റിസർവ്സ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. സീക്രട്ട് റിസർവിനെ സംബന്ധിച്ചിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സീക്രട്ട് റിസർവ്സ് ആർ കൺസിഡേർഡ് അൺഎത്തിക്കൽ ആസ് ആൻ Secret reserve are considered unethical as they conceal the true financial position of a company. Option B എന്ന് പറയുന്നത് accounting standard recommended secret reserves to improve transparency. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സീക്രട്ട് റിസർവ്സ് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ other റിസർവ്സ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സീക്രട്ട് റിസർവ്സ് ആർ ഈസിലി ഐഡൻറ്റിഫയബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇൻ ഫിനാൻഷ്യൽ ഓഡിറ്റ്സ് എന്നാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ക്വസ്റ്റ്യൻ 7ൻ്റെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ 8 നോക്കാം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഫോളോവിങ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് എൻഡോഴ്സ്മെൻറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ ദ പ്രോസസ് ഓഫ് സൈനിങ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. Option B, the process of transfer to negotiable instrument. Option C, the process of honoring a negotiable instrument on due date. Option D, the process of signing on the back of negotiable instrument of negotiation. Okay. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 9ാമത്തെ ചോദ്യം, വിച്ച് among the following is not a characteristic features of a bill of exchange? Option A, it is an instrument in writing. Option B, it contains unconditional promise. Option C എന്ന് പറയുന്നത് it is signed by the maker. Option D, it directs a certain person to pay certain sum of money എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ അഡീഷണൽ piece of paper attached to a negotiable instrument to provide space for endorsements when the original documents has insufficient space is. അതിനെ വിളിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? അലോങ് എന്നുള്ളതാണ്. The expenses associated with procuring the utilizing fuel to the power a vessel's engine is during maritime operation is. അതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്രോക്കറേജ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫ്രൈറ്റ്, ഓപ്ഷൻ സി ബങ്കർ കോസ്റ്റ്, ഓപ്ഷൻ ഡി പോർട്ട് ചാർജസ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണക്റ്റഡ് ടു വോയേജ് അക്കൗണ്ട് ഫ്രം ദ ഫോളോവിങ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, primage is the additional freight collected in voyage which is credited to the voyage account എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡ്രസ് കമ്മീഷൻ ഈസ് ദ എമൗണ്ട് പേയബിൾ ടു ദ ഏജൻറ്റ് ഫ്രം procuring cargo which is credited to the voyage account. Third statement is
Stevedoring charges are related to loading and unloading cargo and debited to the voyage account എന്നുള്ളതാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് passage money is collected from the passengers whose travel which is debited to the voyage account എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 1ഉം 3ഉമാണ്. അപ്പോൾ ഓൺലി 1 and 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി 13ാമത്തെ ചോദ്യം, ഇഫ് എ വോയേജ് ഇസ് ഇൻകംപ്ലീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ഹൗ ഷുഡ് ബി ദ ഫ്രൈറ്റ് റിലേറ്റഡ് ടു ദ ഇൻകംപ്ലീറ്റ് വോയേജ് ബി ട്രീറ്റഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് ടു ഡെബിറ്റഡ് ടു വോയേജ് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. ഓപ്ഷൻ ബി ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ദ വോയേജ് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇഗ്നോർഡ് വൈൽ പ്രിപ്പയറിംഗ് ദ വോയേജ് അക്കൗണ്ട് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. ഇൻ എ സെൽഫ് ബാങ്കിങ് ലെജർ സിസ്റ്റം ദ ടോട്ടൽ ഓഫ് പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഷുഡ് മാച്ച് വിത്ത് ദ ടോട്ടൽ ഓഫ് വിച്ച് ലെഡ്ജർ എന്നുള്ളതാണ്. ജനറൽ, സെയിൽസ്, പർച്ചേസ്, ക്യാഷ് ബുക്ക് എന്നുള്ള ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏത് ലെഡ്ജർ ആയിരിക്കും? പർച്ചേസ് ലെഡ്ജറാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, വൈ ആർ സെൽഫ് ബാലൻസ് ലെഡ്ജർ യൂസ്ഫുൾ ഇൻ ലാർജ് ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ദേ എലിമിനേറ്റ് എറേഴ്സ് ഇൻ ട്രാൻസാക്ഷൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ദേ മേക്ക് ഇറ്റ് ഈസിയർ ടു ഡിറ്റക്ട് എറേഴ്സ് ഇൻ ഫ്രോഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദേ റിമൂവ് ടു നീഡ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദേ റീപ്ലേസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ട് ഏതാണ് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് എറേഴ്സ് ഇൻ എ സെൽഫ് ബാലൻസ് ലെഡ്ജർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ക്വിക്ക്ലി. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് എ സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ആൻ ലെഡ്ജർ മേക്കിംഗ് എറർ ഡിറ്റക്ഷൻ ഈസിയർ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫാൾസ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി മാച്ച് ദ ഫോളോവിങ് ആണ്. കുറച്ച് ട്രാൻസാക്ഷൻ വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, 1 പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഏത് തരം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് നോക്കൂ. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് അസറ്റ് കോസ്റ്റിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്, നമുക്കറിയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് എ ന്യൂ മെഷീനറി എന്ന് പറയുന്നത്, ന്യൂ മെഷീനറിയുടെ കോസ്റ്റ് ഏതിലേക്കാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്? ക്യാപിറ്റലൈസ്ഡ് ഇൻ ബാലൻസ് ഷീറ്റിലാണ് നമ്മളത് കണക്ക് കൂട്ടുന്നത് എന്ന് നമുക്കറിയാം. അപ്പം 3ാമത്തെ നോക്കൂ, അഡ്വൈസ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ന്യൂ ബ്രാൻഡ് ഏതായിരിക്കും? ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രീറ്റ് ആസ് എ ഡിഫറഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. ഇപ്പോൾ റിപ്പയറിംഗ് ഓഫ് മെഷീനറി ഏതായിട്ടായിരിക്കും കണക്കാക്കുന്നത്? ചാർജ്ഡ് ടു P/L അക്കൗണ്ടിലേക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 18ാമത്തെ ചോദ്യം നോക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഈസ് ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഈസ് ചാർജ്ഡ് ആസ് എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് നോക്കൂ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 19ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോത്ത് ആർ പ്രിപ്പയർഡ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബോത്ത് ഇൻക്ലൂഡ് ഓൺലി റവന്യൂ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ്സ് ക്യാഷ് ട്രാൻസാക്ഷൻ വൈൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് അക്യുറൽ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോത്ത് ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ സർപ്ലസ് ഓർ ഡിഫിസിറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ് എന്നുള്ളതാണ്. ഒന്ന് നോക്കണം, നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു മാത്സ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ്
selling price per unit is 200 and the total cost കറക്റ്റ് വായിക്കൂ, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കൂ. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 160. Then what is the profit percentage? What is the profit percentage on cost എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വഴി കറക്റ്റായിട്ട് എഴുതി ചെയ്യാം. നോക്കൂ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് നമ്മളത് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതും? PPC പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് SP മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇൻറ്റു 100 എന്നുള്ളതാണ് ഈ പറയുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് SP എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 200 അപ്പോൾ CP എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 160 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കാണണം? പ്രോഫിറ്റ് നമ്മൾ കാണുന്നു 200 മൈനസ് 160 40 രൂപയാണ് പ്രോഫിറ്റായിട്ട് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ഈ ഇക്വേഷനിൽ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ PPC ഈക്വൽ ടു പ്രോഫിറ്റ് 40, അതായത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇതിന്ന് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് മൈനസ് ചെയ്തു, പിന്നെ 160 കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? 25% ആണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ബി എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് ഓഫ് ഗുഡ് മാനുഫാക്ചർഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സെല്ലിംഗ് ഓവർ ഹെഡ്സ് ആർ ആഡഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ഗെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഫിനാൻഷ്യൽ ചാർജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്കറിയാം. ഇനി അടുത്തത് നമുക്കൊരു മാത്സ് തന്നെയാണ്, മാത്തമാറ്റിക്സിൻ്റെ വിഭാഗത്തിൽ നിന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കി ചെയ്യൂ. ഇഫ് എ വർക്കർ അണ്ടർ ദ Rowan plan saves. Under the Rowan plan saves 4 hours on a job which was allowed 10 hours and which was allowed എത്രയാണ്? allowed 10 hours. Okay, 10 hours and the hourly wage ശ്രദ്ധിക്കൂ, and
hourly wage is 60, then what will be the workers total earnings എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താം. 600 എന്നുള്ളത് നമുക്കറിയാം, ഓപ്ഷൻ എ ആണെന്നുള്ളത് അറിയാം. ഇനി കുറച്ച് ഇക്വേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്ത് ആയിട്ട് നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് നോക്കൂ, ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു അതേപോലെ തന്നെ ഹവർലി റേറ്റ് എന്നുള്ളതാണ്. ഹവർലി റേറ്റ് എന്നുള്ളതും അതോടൊപ്പം തന്നെ പ്ലസ് ടൈം സേവ്ഡ് ബൈ ടൈം അലോഡ് ഇൻറ്റു എന്തായിരിക്കും, ഹവേഴ്സ് എത്ര മണിക്കൂർ ഹവേഴ്സ് വർക്ക്ഡ്, ഓക്കെ ഇങ്ങനെ എഴുതുന്നു, ആൻഡ് ഹവർലി റേറ്റ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷനിൽ ഈ കാര്യങ്ങളൊക്കെ തന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ടൈം അലോഡ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള TA എന്ന് പറയുന്നത് 10 ആണ്, നമുക്കറിയാം 10 തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറയുന്നത് അതായത് ഹവേഴ്സ് വർക്ക്ഡ് എന്നുള്ളത്, ഹവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്നത് 6 ഹവറാണ്, 4 ഹവർ വെറുതെ നിന്നിട്ടുണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ ടൈം സേവ്ഡ് ഇപ്പോൾ 4 ഹവർ, ടൈം സേവ്ഡ് 4 ഹവർ ഓക്കെ. ഇനി ഹവർലി വേജ് എത്ര, 60, ഓക്കെ. ഹവർലി വേജ് കേട്ടോ, ഹവർലി വേജ് എന്ന് കൂടെ എഴുതണേ, ഓക്കെ. ഹവർലി വേജ് 60. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് വേജ് തന്നെ ഉള്ളത് കണക്കൂട്ടു. ബേസിക് വേജ് നമ്മൾ കണക്കൂട്ടുമ്പോൾ 6 മണിക്കൂർ വർക്ക് ചെയ്തു 60 രൂപയാണെങ്കിൽ 360 രൂപ, ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഇനി ബോണസായിട്ട് നമ്മൾ എങ്ങനെ കണക്കൂട്ടും, ബോണസാണ് ഇനി കണക്കൂട്ടേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ടൈം സേവ്ഡ് 4 മണിക്കൂർ നമ്മൾ ടൈം സേവ് ചെയ്തു, ടോട്ടൽ 10 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യേണ്ടത് 6 മണിക്കൂറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 6 മണിക്കൂറിനെ 60 രൂപ വെച്ച് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0.4 ഇൻറ്റു 360 എന്നായിരിക്കും. അപ്പോൾ എത്രയായിരിക്കും, 144 രൂപ നമുക്ക് ബോണസായിട്ട് കിട്ടും, അതായത് ഈ 6 മണിക്കൂറിൻ്റെ ബോണസ്. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് എത്രയായിരിക്കും, 360 പ്ലസ് 144, 504 എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 600 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ മനക്കണക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 600 എന്നുള്ള, അപ്പോൾ അതായത് 10 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂറിന് 60 വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരേണ്ടത്. അതിൽ 4 മണിക്കൂർ നിങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ 10 മണിക്കൂറിന് എന്തായാലും വെറുതെ ഇരുന്നാലും ഈ ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ 10x6 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 24 ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ്സ് ആർ 1,20,000 if direct wages 80,000 and factory overheads are absorbed based on the percentage of direct wages, then what is the overhead absorption rate എന്നുള്ളതാണ് ചോദ്യം. അബ്സോർപ്ഷൻ റേറ്റ് ആണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ നമുക്കറിയാം ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ചുരുക്കി എഴുതുന്ന റേറ്റ് പെർസെൻറ്റേജ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്സ് ഓക്കെ ബൈ ഡയറക്റ്റ് വേജ് കേട്ടോ, അപ്പോൾ ഇൻറ്റു 100 എന്നുള്ളതാണ് കറക്റ്റ്. ചുരുക്കിയാണ് എഴുതുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുള്ളത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 1,20,000. അപ്പോൾ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് 80,000. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് കൊടുക്കുമ്പോൾ ഈക്വൽ ടു
ക്വസ്റ്റ്യനിൽ ഇത് കൊടുക്കുമ്പോൾ ഇൻറ്റു 100, അപ്പോൾ 1.5 ഇൻറ്റു 100 എന്ന് കിട്ടും, ഈക്വൽ ടു 150. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 150 ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് എ കോൺട്രാക്ട് ഹാസ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് 7,50,000 ആൻഡ് ദ ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് ഇസ് 10 lakh. ദ കോൺട്രാക്ടർ റിസീവ്സ് 75% ഓഫ് അക്സെപ്റ്റഡ് വിച്ച് ഇസ് 7,50,000 വിച്ച് ഈസ് ദ റിട്ടൻഷൻ മണി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ടോട്ടൽ കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 lakh ആണ്. അപ്പോൾ കോസ്റ്റ് ഇൻക്വയർഡ് ആയിട്ടുള്ള പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 7,50,000. ഇപ്പോൾ വാക്ക് സർട്ടിഫൈഡിൻ്റെ എത്രയാണെന്ന് നോക്കൂ, 75% ഓഫ് കോൺട്രാക്റ്റ് പ്രൈസ്. അപ്പോൾ കോൺട്രാക്റ്റ് പ്രൈസ് അപ്പോൾ ഈക്വൽ ടു, അപ്പോൾ 75% ഓഫ് ഈ പറയുന്ന 10,000 അല്ല 10 lakhൻ്റെ അപ്പോൾ എത്രയാണ്? 7,50,000 എന്ന് വരും. അപ്പോൾ ഇനി നോക്കൂ, ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി റിട്ടൻഷൻ മണി നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ റിട്ടൻഷൻ മണി നമുക്ക് കാണാനുള്ള ഇക്വേഷൻസ് എന്തായിരിക്കും? റിട്ടൻഷൻ മണി ഈക്വൽ ടു വർക്ക് സർട്ടിഫൈഡ് മൈനസ് ക്യാഷ് റിസീവ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 7,50,000 ആണ് ഓൺലി പേ, ഈ 80% ആണ് പേ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ 80% ആണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന 7,50,000ൻ്റെ 80% ആണ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാഷ് റിസീവ്ഡ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ 80%, അതായത് ഈ 7,50,000ൻ്റെ 80% കാണണം. അപ്പോൾ അതെത്രയാണ്? 6 ലക്ഷമായിട്ട് വരും, 6 lakh ആയിട്ട് വരും. ഓക്കെ, 6 lakh ആയിട്ട് വരും. അപ്പോൾ ഈ റിട്ടൻഷൻ മണി കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 7,50,000 നിന്ന് ഈ 6 ലക്ഷം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 1,50,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വലായിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് എടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 26 വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ഫിക്സഡ് അസറ്റ് ആൻഡ് ഹൗ ദേ വർ ഫിനാൻസ്ഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്യാപിറ്റൽ അക്കൗണ്ട്, ബി ജനറൽ ബാലൻസ് ഷീറ്റ്, സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡി എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജനറൽ ബാലൻസ് ഷീറ്റാണ്. ഇനി 27ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നുള്ളതാണ്. ഓപ്ഷൻ എ കംപ്ലീറ്റ്ലി ഇൻ പ്രിപ്പറേഷൻ, ഓപ്ഷൻ ബി ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമൈനിങ് ട്രൂ പ്രോഫിറ്റബിലിറ്റി, ആൻഡ് സി എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്, ഓപ്ഷൻ ഡി നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇറ്റ് ഈസ് കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിങ്, ഓപ്ഷൻ ബി ഇറ്റ് ഇസ് ഡസ് പ്രൊവൈഡ് എ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്ലൈ എ നോൺ യൂട്ടിലിറ്റി സെക്ടർ ആൻഡ് ഇറ്റ് അലോസ് ഈസി കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഈസ് ദ least number what is the least number which when divided 8, 9, 12, 50 leaves remainder as 1 in each case എന്നുള്ളതാണ്. ഓപ്ഷൻ എ 181, ഓപ്ഷൻ ബി 359, ഓപ്ഷൻ സി 179, ഓപ്ഷൻ ഡി 361. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, നമുക്ക് ചോദ്യം കറക്റ്റായിട്ട് ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
റിമൈൻഡർ 1 ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് കണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? LCM എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ LCM എടുക്കാൻ പ്രൈം ഫാക്ടേഴ്സ് വെച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തേത് 8 എന്ന് പറയുന്നത് 2⁻³ ആണ്. 9 എന്ന് പറയുന്നത് 3⁻² ആണ്. 12 എന്ന് പറയുന്നത് 2⁻² × 3 ആണ്. 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഹയ്യസ്റ്റ് പവേഴ്സിനെ കണ്ടെത്തണം. അതായത് പ്രൈംസ് ഇൻവോൾവ് ആയിട്ടുള്ള ഹയ്യസ്റ്റ് പവേഴ്സിനെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് LCM = 2⁻³ × 3⁻² × 5 എത്ര വരും? 8 × 9 × 5 വരും. അപ്പോൾ = 360 വരും. ഓക്കെ, 360 വരും. ഇനി നമുക്ക് ഇത് സ്റ്റെപ്പ് 1 ആക്കി എടുക്കും കേട്ടോ. ഇത് സ്റ്റെപ്പ് 1 ആണ്. ഇനി സ്റ്റെപ്പ് 2 നോക്കൂ. സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഈ പറയുന്ന LCMലേക്ക് 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലീസ്റ്റ് നമ്പർ നമ്മൾ കണ്ടെത്തണം. അതിന് ഈ LCM + 1 ആണ്. അപ്പോൾ LCM നമുക്ക് കിട്ടിയത് 360 ആണ്. +1 എന്ന് പറയുമ്പോൾ 361. ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണണം. നമ്മൾ LCM കാണുന്നു, അതിനോടൊന്ന് കൂട്ടുന്നു. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 3240. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഈ ചോദ്യത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കുറച്ചധികം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന 3240ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈം ഫാക്ടറായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യം നമ്മൾ 3240 ഹരിക്കണം 2 വരുമ്പോൾ 1620 കിട്ടും. ഈ 1620 ഹരിക്കണം 2 810 കിട്ടും. 810 ഹരിക്കണം 2 405 കിട്ടും. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഈ പറയുന്ന 405 ഹരിക്കണം 2 കിട്ടുമ്പോൾ 135 കിട്ടും. 135 ഹരിക്കണം 3 ഹരിക്കുമ്പോൾ 135 കിട്ടും. ഈ പറയുന്ന 135നെ 3 ഹരിക്കുമ്പോൾ 15 കിട്ടും. പിന്നെ ഈ 15നെ 3 ഹരിക്കുമ്പോൾ 5 കിട്ടും. ഈ 5നെ 5 എടുക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ എന്തായിരിക്കും? അപ്പോൾ 3240ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2⁻³ × 3⁻4 × 5⁻1 എന്നുള്ളതാണ്. ഓക്കെ, ഈ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 ആണ്, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏത് ഫോർമുലയാണ് ഇവിടെ സ്റ്റെപ്പ് 2ൽ നമ്മൾ ഫോർമുല മാറ്റി പിടിക്കുന്നു. സ്റ്റെപ്പ് 2ൽ സം ഓഫ് ഡിവിസറിൻ്റെ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഫോർമുല വയ്ക്കുമ്പോൾ n = p n ആണ് കേട്ടോ. n = p⁻A × q⁻B × r⁻C എന്നുള്ളത് ആ ഫോർമുല. അത് സം ഓഫ് ഡിവിസർ ഈസ് എന്ന് വരുമ്പോൾ ഫോർമുല എന്തായിരിക്കും? അങ്ങനെ b⁻A വരെ പോകുന്നു. 1 + q + q⁻². പിന്നെ ഈ പറയുന്ന q⁻B വരെ പോകുന്നു. അതേപോലെ തന്നെ 1 + r + r⁻². അങ്ങനെ പോയിട്ട് r⁻³ വരെ പോകുന്നു. അങ്ങനെ ഒരു ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഈ ഇക്വേഷൻ ഈ പറയുന്ന
3240 ഈക്വൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കൂ. 1 2 4 8 1 3 9 27 + 81 1 + 5 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? 15 കിട്ടും. 1 15 കിട്ടും, ഇവിടെ 15 വരും, 121 വരും, 6 വരും. നമുക്കറിയാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ കിട്ടുക. അപ്പോൾ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 15 × 121 × 6 എന്നുള്ളത് വരുമ്പോൾ ആദ്യം നമ്മൾ ഇത് ചെയ്യണം, എന്നിട്ട് ആ ഉത്തരത്തിനെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം 15 × 121 ചെയ്യുമ്പോൾ 1815 കിട്ടും. ഇനി ഈ 1815 കൊണ്ട് വേണം 6 മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ 1,890 എന്ന ഉത്തരം കിട്ടും. അല്ല സോറി, ഓക്കെ 1,890 എന്നുള്ള ഉത്തരം കിട്ടും. നമ്മൾ ഈ ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മളൊരു ഉത്തരം കണ്ടെത്തുമ്പോൾ റൈറ്റ് ആൻസർ ഇതാണെന്ന് ഒരാൾ പറയുമ്പോൾ കറക്റ്റ് റൈറ്റ് ആൻസറിലേക്ക് എത്തുന്ന വഴികൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദി ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഇൻ്റർസെക്റ്റ് the y-axis at 1 point and the x-axis at 2 points. The number of zeros of this polynomial are എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1 2 3 ഡി എന്നുള്ള ഡി വരെ 4 അങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 2 എന്നുള്ളത്. അപ്പോൾ അതായത് ഈ പറയുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം, the sum of zeros of the quadratic polynomial 3x raised to 2 minus kx plus 6 is 3. Then the value of k is എന്നുള്ളതാണ്. ഒരു വട്ടം കൂടെ ആവർത്തിക്കാം. If the sum of zeros of quadratic polynomial 3x² minus kx plus 6 is 3, then the value of k is അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഇക്വേഷനൊക്കെ വെച്ച് കണ്ടെത്താം. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഈ പറയുന്ന പോളിനോമിയലിനെ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ നോക്കൂ. 3x² മൈനസ് kx പ്ലസ് 6 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പറയുന്ന സം ഓഫ് സീറോസ് ഈസ് എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു 3 എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി പറയുന്നത് സം ഓഫ് സീറോൻ്റെ ഫോർമുല ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷന് നമ്മൾക്ക് ax² പ്ലസ് bx പ്ലസ് c എന്ന സം ഓഫ് സീറോ ഈസ്, അപ്പോൾ ഈ രീതിയിലാക്കുമ്പോൾ ഈ പറയുന്ന സം ഓഫ് സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എ എന്ന് പറയുന്നത് 3 ബി എന്ന് പറയുന്നത് കെ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സം ഓഫ് സീറോസ് ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ
സം ഓഫ് സീറോസ് കണക്കാക്കുമ്പോൾ മൈനസ് k/3 k/3 എന്ന് പറയുന്നത്. അപ്പോൾ സം ഈസ് 3 ആകുമ്പോൾ സം 3 ആയിട്ട് മാറുമ്പോൾ k/3 ഈക്വൽ ടു 3 k ഈക്വൽ ടു 9 അങ്ങനെ വരും കേട്ടോ ഉത്തരം. അപ്പോൾ 9 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കൂ. എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ചോദ്യം വായിക്കൂ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - x - 1 ഈസ് ഈക്വൽ ടു 0, ദെൻ ദ ഇക്വേഷൻ ഹൂസ് റൂട്ട് ആർ ആൽഫ ബൈ ബീറ്റ ആൻഡ് ബീറ്റ ബൈ ആൽഫ ഈസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായി ആൻസറിലേക്ക് എത്തുക എന്നുള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് തന്നിട്ടുള്ളത്? x² - x - 1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇറ്റ്സ് റൂട്ട്സ് അറ്റ് ആൽഫയും ബീറ്റയും ആയിട്ട് എടുക്കുമ്പോൾ വി നീഡ് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ എങ്ങനെ വരും? ഇങ്ങനെ ഈ പറയുന്ന രീതിയിലേക്ക് ഇങ്ങനെ വരുമല്ലോ. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് 1 ചെയ്യാമെന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ R1 എന്നുള്ളൊരു ഇത് ആൽഫ ബൈ ബീറ്റ ഇങ്ങനെ എടുക്കുന്നു. ഇനി R2 എന്നുള്ളത് ബീറ്റ ആൽഫ ബീറ്റ ബൈ ആൽഫനെ അങ്ങനെ എടുക്കുന്നു. R2 എന്ന് എടുക്കുന്നു. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ന്യൂ റൂട്ട്സിൻ്റെ സമ്മ് എങ്ങനെയായിരിക്കും? അപ്പോൾ സമ്മ് നമുക്ക് കാണാം. അപ്പോൾ ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ബീറ്റ അങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം? ഇതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കാണുമ്പോൾ ആൽഫ ബീറ്റ ഇൻറ്റു ബീറ്റ ബൈ ആൽഫ. ഓക്കെ, അപ്പോൾ 1 കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി സ്റ്റെപ്പ് 2 എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ഈ റിക്വയർഡ് വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ ഇക്വേഷനിൽ റിക്വയർഡ് വാല്യൂസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ. ഈ ആൽഫ ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. ആൽഫ ബീറ്റ ഈക്വൽ ടു -1 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണുകയാണ്. അപ്പോൾ നമുക്ക് ബീറ്റ സ്ക്വയർ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ -2 -1 ഈക്വൽ ടു സ്ഥലം ഉണ്ടാവും നോക്കാം. 1 + 2 ഈക്വൽ ടു 3 വരും. ഓക്കെ, ഇനി ഈ സമ്മ് ന്യൂ റൂട്ടിലേക്ക് നമ്മൾ പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സം ഈക്വൽ ടു 3/1 -1 ബൈ -1 ഈക്വൽ ടു -3 വരും. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റൂട്ട്സിൻ്റെ സമ്മ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് -3, അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ന്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ പുതിയ ഇക്വേഷൻസ് കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന ന്യൂ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുമ്പോൾ എന്തായിരിക്കും? ന്യൂ ഇക്വേഷൻ ഇവിടെ എഴുതട്ടോ, സ്ഥലം ചെയ്യാത്തതുകൊണ്ടാണ്. x² + 3x + 1 = 0 ഇതായിരിക്കും ന്യൂ ഇക്വേഷൻ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി the nature of roots of quadratic equations x + 12 and x + 6 equal to
4/2 സാറ്റിസ്ഫൈ ദ ഫോളോവിങ് എന്നുള്ളതാണ്. ബോത്ത് റൂട്ട് ആർ ഇറാഷണൽ, ബോത്ത് റൂട്ട് ആർ നെഗറ്റീവ് ആൻഡ് റാഷണൽ, വൺ ഓഫ് ദ റൂട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് അതർ നെഗറ്റീവ്, നൺ ഓഫ് ദ എബോ എന്നുള്ളത് നമുക്കറിയാം. നൺ ഓഫ് ദ എബോ ആണ്. വിച്ച് ഓഫ് ദ ഇക്വേഷൻ ഈസ് 35ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ സം നോൺ സീറോ നമ്പർ ഓൺ ബോത്ത് സൈഡ്സ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, റിമൈൻസ് ദ സെയിം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം 36 കേട്ടോ. 36ാമത്തെ ചോദ്യം നോക്കൂ, എന്താണ്? The cost of 2 tables and 4 chairs is Rs 60,000, while the cost of 1 table is equal to the cost of 6 chairs. Find the cost of 9 chairs. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ ആൻസറിലേക്ക് എങ്ങനെ എത്താം? പല മെത്തേഡിലുള്ള ആൾക്കാർ ചെയ്യാറുണ്ട്. ഈസി ആയിട്ട് നമുക്കറിയാം. 2 tables, 2 table plus 4 chair is equal to 16,000. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് 1 table ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 6 chair ആണല്ലോ. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 chair, അപ്പോൾ കോസ്റ്റ് ഓഫ് ഈ 1 ചെയറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ടേബിൾ ഈക്വൽ ടു 6x ആക്കി എടുക്കാം. അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് 2 table 4 chairs ഈക്വൽ ടു 16,000 എന്നാണ്. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 2 table 2 ഇൻറ്റു 6x പ്ലസ് 4x എന്ന് പറയുന്നത് 4 ചെയറാണ് ഓക്കെ എടുത്തിട്ടുള്ളത്. 60,000. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അതിനെ എങ്ങനെ എഴുതണം? 12x പ്ലസ് 4x ഈക്വൽസ് ടു 60,000. അപ്പോൾ അത് പിന്നെന്താവും? 16x ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ x ഈസ് ഈക്വൽ ടു y16, അപ്പോൾ 1000 എന്ന് കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ചെയർ എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് 1 ചെയർ എന്ന് പറയുന്നത് 1000 ആണ്. നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 9 ചെയറിന് എത്ര ആയിരിക്കും? റൈറ്റ് ആൻസർ. ഈസി അല്ലേ? ഇത് വളരെ ഈസിയാണ് കണ്ടെത്താൻ. ഓക്കെ, ഇനി നോക്കൂ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 2 into 3 into 7 is the prime factorization of particular number. Which among the following is the square of that number? അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ ഈ പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്പറുകൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടുമല്ലോ. കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ക്വയർ ഓഫ് ദാറ്റ്, ഈ പറയുന്ന നമ്പറിൻ്റെ സ്ക്വയറാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ 42ൻ്റെ സ്ക്വയർ കാണുമോ? എത്രയാണ്? ഇതാണ് 42ൻ്റെ സ്ക്വയർ. അപ്പോൾ ശരി ഉത്തരം കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഉത്തരം കൂടിയാണത്. ഇനി ഈ ചോദ്യം നോക്കൂ, ചെയ്യാൻ അറിയുന്നവർ ചെയ്യുക. നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത്. വാട്ട് ഷുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥലത്ത് എന്താണ് വരാനുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ
എങ്ങനെ കണ്ടെത്താം? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. നമുക്ക് ഉത്തരം 60 എന്നാണ് റൈറ്റ് ആൻസർ C കിട്ടേണ്ടത്. അതെങ്ങനെ കിട്ടുക എന്നുള്ളത് നമുക്ക് ഇക്വേഷൻസ് വഴി തന്നെ നമുക്ക് ചെയ്യാം. ഈ പറയുന്ന റൂട്ടിൻ്റെ ഉള്ളിലുള്ളതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 64/729 എന്നുള്ളതാണ്. അപ്പോൾ വി നോ ഈ 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇങ്ങനെ റൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ 8ആണ്. 729ൻ്റെത് 27 എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ ഇതിനെ ഈ പറയുന്ന ഇതിനെ നമ്മൾ 8/27 എന്നെഴുതാം. ഇനി ഇതിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 8/27ൻ്റെ ക്യൂബ് റൂട്ട് ഇങ്ങനെ കണ്ടെത്തണം. ക്യൂബ് റൂട്ട് കണ്ടെത്തണം 1/3. അപ്പോൾ അത് കണ്ടെത്തുമ്പോൾ 2/3 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇനി ഈ പറയുന്ന 2/3നെ അതിൻ്റെ പവർ ഈ പറയുന്ന 2/3നെ നമുക്ക് അതിൻ്റെ പവർ -1ലേക്ക് കൊണ്ടുവരുമ്പോൾ = 3/2 എന്നുള്ളത് ഇക്വേഷനിലേക്ക് വരും. ഇനി സ്റ്റെപ്പ് 3 വരുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് തന്നെ എടുക്കൂ. 90ൻ്റെ ബൈയിൽ ക്വസ്റ്റ്യനും = 3/2 ലഘൂകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഇക്വേഷനെ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കൂ. നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതിനെയാണ് കണ്ടെത്താനുള്ളത്. 90 × 2/3 = 180/3 ഓക്കെ, കിട്ടിയില്ലേ? വേഗം കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ Sn denotes the sum of first n terms of AP if S40 is equal to 1030 and S12 is equal to 57, then S30 minus S10 is equal to എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ എങ്ങനെ കണ്ടെത്തണം? അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്നും കൂടെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 5 10 5 50 5 25 5 not 5 എന്നുള്ളതാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഇവിടെ തന്ന കാര്യങ്ങൾ എഴുതും. തന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് കുറച്ച് വൈഡായിട്ട് ചെയ്യാനുള്ളതാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനോട് കൂടെ തന്നെ ഇരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ വൈഡായിട്ട് ചെയ്യാനുള്ളതാണ്. ഒരുപാട് ചെയ്യാനുണ്ട്. ഇതെങ്ങനെ തീർക്കണം എന്നുള്ളത് എനിക്കറിയില്ല.
ഒരുപാട് വൈഡായിട്ട് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ചെയ്താണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അപ്പം നമുക്കതിൻ്റെ ഉത്തരം വേഗം പറഞ്ഞു പോവുകയായിരിക്കും നല്ലത്. അഞ്ഞൂറ്റി 15 അതിൻ്റെ ഉത്തരം. അപ്പോൾ ഏകദേശം ഒരു 2 എഴുതാനുള്ളൊരു നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചുരുക്കി പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഈ ചോദ്യം മാർക്ക് ചെയ്ത് വയ്ക്കൂ, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. 115 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് AP ഈസ് 30 ആൻഡ് term 3 terms 36, which of first term 9, the number of term is 5 ആണ് നമുക്കറിയാലോ, അത് കൂടുതൽ ചെയ്യാനില്ല. എ ട്രേഡർ മേക്സ് 26 kg. ഇനി ചോദ്യം നോക്കൂ, മുമ്പ് ചെയ്യാം, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. എ ട്രേഡർ മിക്സസ് 26 kg of rice at Rs20 per kg with 30 kg of rice of other variety at Rs36 per kg and sells the mixture at Rs30 per kg. His profit percentage is എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാം? നോക്കൂ, ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ 26 kg റൈസിന് 20 per kg റൈസിന് 20 രൂപ വെച്ചിട്ട് എത്ര ഉണ്ട്? 520 രൂപ ഉണ്ട്. ഓക്കെ, കറക്റ്റല്ലേ? 30 kg റൈസിന് 36 രൂപ വെച്ചിട്ട് 1080 രൂപയുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 520 പ്ലസ് 1680. ഓക്കെ, ഈസ് ഈക്വൽ ടു 1680 എന്നുള്ള ഒരു ഉത്തരം കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് കണ്ടെത്താനുള്ളതാണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 26 പ്ലസ് 30 kg ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പോൾ 56 kg ഉണ്ട്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ kg എത്ര? Rs 30 ഓക്കെ, അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 56 × 30. അപ്പോൾ കിട്ടത്ര? 1680. അല്ല സോറി, ഇവിടെ 600 അല്ലേ, സോറി മാറിപ്പോയേ, 600 കിട്ടുമേ, ഇവിടെ 1680 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് മൈനസ് ചെയ്താൽ 1680 മൈനസ് 1600 വരുമ്പോൾ വെറും 80 കിട്ടും, 80 Rs കിട്ടും. അപ്പോൾ 80 Rs കിട്ടുക. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തുമ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5% ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെത്താലോ. ഓക്കെ, the percentage of profit earned by selling article for 1920 is equal to the percentage loss incurred by selling the same article for 1280, and what price should the article be sold to make 25% of profit എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 1 നോക്കൂ. ഈ പറയുന്ന 1000 നമുക്ക് പ്രോഫിറ്റ് കാണാം. 1912 മൈനസ് എക്സ്
അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുമല്ലോ, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് RS 1280 ആകുമ്പോൾ ഗിവ് എ ലോസ് ദെൻ, അപ്പോൾ ലോസാണ് കിട്ടേണ്ടത്. അപ്പോൾ ലോസ് ഈക്വൽ ടു എക്സ് മൈനസ് 1280 ആണല്ലോ. അപ്പോൾ ഇതിനെ ഈ പറയുന്ന പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് എന്നുള്ള അർത്ഥത്തിലേക്ക്, പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ 1912 മൈനസ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1280 എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 1912 പ്ലസ് 1280 ഈക്വൽ ടു 2x എങ്ങനെയായിരിക്കും, 3192 ഈക്വൽ ടു 2x. അപ്പോൾ ഇനി അത്, അപ്പോൾ എക്സ് ആണ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 3192/2 ആയിരിക്കും 1596. എക്സ് കിട്ടിയല്ലോ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1596 കിട്ടി. ഇനി സെല്ലിംഗ് പ്രൈസ് ഫോർ 25% പ്രോഫിറ്റ് ഉള്ള സെല്ലിംഗ് പ്രൈസാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടെത്താം. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് പ്ലസ് 25% ആണ് കിട്ടേണ്ടത് ഓഫ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 1596 ഇൻറ്റു 1.25 ഈക്വൽ ടു 1995 എന്ന് കിട്ടും. ഓക്കെ, 1995 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 2000. ഓക്കെ, നമുക്കിടാം. ഇനി അടുത്ത ചോദ്യം, U is to V equal to 4:7 and V is to W equal to 9:7. If U equal to 72, then what is the value of W എന്നുള്ളതാണ്. എങ്ങനെ അതിൻ്റെ ഉത്തരം കണ്ടെത്താം? ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഈ റേഷ്യോകളെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻസ് നമുക്ക് അതിൽ ഉണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതിനെ കമ്പൈൻ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നോക്കാം. U ഈക്വൽ ടു V ഈക്വൽ ടു 4:7. ഈ പറയുന്ന രണ്ട് ഭാഗത്തിനെ 9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ U ഈസ് ടു V 4 × 9 7 × 9 36 × 63 ആയിട്ട് വരും. ഇനി ഈ പറയുന്ന V ഈസ് ടു Wനെ 9:7 എന്നുള്ളതിനെ ഈ രണ്ട് ബോത്ത് പാർട്ടിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V ഈസ് ടു W ഈക്വൽ ടു 9 × 7 7 × 7 ഈസ് ഈക്വൽ ടു 63/49 എന്ന് കിട്ടും. ഈ സ്റ്റെപ്പ് 2 ചെയ്യുമ്പോൾ നമ്മളിവിടെ U എന്ന് പറയുന്നത് 72 എന്നുള്ളൊരു വാല്യൂ ഇട്ട് എടുക്കുക. അപ്പോൾ U ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു W ഈസ് ടു ഈക്വൽ ടു 36 63 49 ആൻഡ് U എന്ന് പറയുന്നത് 72 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ കാണുമ്പോൾ 72/36 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ എല്ലാ പാർട്ടിനെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? V ഈസ് ഈക്വൽ ടു 63 × 2 126. W ഈസ് ഈക്വൽ ടു 49 × 2 98.
ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് 98 കിട്ടിയല്ലോ. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി the ratio of Rahul's and Ramya's present age is 9:10. After 4 years, the ratio of their ages become 11:12. What is the Rahul's present age? എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടെത്താം? വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രസൻറ്റ് ഏജസ് കാണാം. രാഹുലിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 9x ആക്കി എടുക്കാം. രമ്യേൻ്റെത് 6 എന്ന് കൊടുക്കാം കേട്ടോ. 10x ആക്കി എടുക്കാം. അപ്പോൾ ആഫ്റ്റർ 4 ഇയേഴ്സ് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 9x + 4, മറ്റേത് 10x + 4. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ 9x + 4 ഡിവൈഡഡ് ബൈ 10x + 4 ഈസ് ഈക്വൽ ടു 11/12 എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. 12 × 9x + 4 ഇങ്ങനെ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യൂ. ഓക്കെ, ഓക്കെ, സൊല്യൂഷൻ കണ്ടെത്തണേ. 110 x വരുന്നു, 108 x = 4 വരുന്നു. അപ്പോൾ ഇനി 4 = 2x വരുന്നു. അപ്പോൾ x = 2 വരുന്നു ആണല്ലോ. അപ്പോൾ ഇനി രാഹുലിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്തണമെങ്കിൽ 9 × 2 വരുമ്പോൾ 18. ഓക്കെ, രാഹുലിൻ്റെ പെർസെൻറ്റേജ് 18 ഇയർ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 numbers are less than a third number by 30% and 37% respectively. How much percent is the second number less than the first എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ശേഷം മാത്രം ഉത്തരം എഴുതാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഒരു തേർഡ് നമ്പർ ഉണ്ടല്ലോ, ആ തേർഡ് നമ്പർ നമുക്കൊരു 100 ആണെന്ന് അസ്യൂം ചെയ്യാം കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്പർ, തേർഡ് നമ്പർ 100 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 70 ആയിരിക്കും. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 63 ആയിരിക്കും. അപ്പോൾ ഇനി ഈ പറയുന്ന സെക്കൻഡ് നമ്പറിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ 63 ഫസ്റ്റ് നമ്പർ, ഇനി 63 എന്നുള്ള സെക്കൻഡ് നമ്പർ, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർസെൻറ്റേജ് കാണലാണ്. അപ്പോൾ പെർസെൻറ്റേജ് ലെസ് കാണുന്നുണ്ടെങ്കിൽ 70 - 63/70 × 100. അപ്പോൾ 7 bar A 70 × 100. ഓക്കെ, 10%. ഓക്കെ, 10% എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A number is first decreased by 20% and then increased by 15%. The number so obtained is 64 less than the original number. The original number is. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം നോക്കൂ. ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ x. അപ്പോൾ നമുക്കൊരു ഒറിജിനൽ നമ്പറിനെ x ആക്കി എടുക്കാം. x ആക്കി എടുക്കുമ്പോൾ ഡിക്രീസിങ് 20% എന്ന് പറയുമ്പോൾ x -
0.20 x ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇനി ഇൻക്രീസ് ബൈ റിസൾട്ട് 50 ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 80x പ്ലസ് 50% ഓഫ് 0.8x ഈക്വൽ ടു 0.8x ഇൻറ്റു 1 പ്ലസ് 0.15 is equal to 0.80x into 1.15 is equal to 0.92x എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് 2 എങ്ങനെ ചെയ്യണം? എക്സ് മൈനസ് 0.92x ഈക്വൽ ടു 64. അപ്പോൾ 0.08x ഈസ് ഈക്വൽ ടു 64. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 64 ബൈ 0.08 പറയുമ്പോൾ 800 കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 800 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേറെ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസാണ് വന്നില്ല. ദ ഡിഫറൻസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് on a principal amount of 2 years at 4% per annum is Rs20. The principal is the difference of compound interest and simple interest on principal amount for years at 4% per annum is Rs20. The principal is എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ചെയ്യാൻ നിൽക്കുന്നില്ല, ഒരുപാട് സമയമായതുകൊണ്ട് ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. RS ഈ പറയുന്ന ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് മാത്സ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു പോകാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടായിട്ട് ഇറക്കാം. ഒരുപാട് വൈഡായി പോകണ്ട, നെക്സ്റ്റ് പാർട്ടായിട്ട് ഇറക്കാം. അപ്പോൾ 47ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു.